നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് പേജ് റൂട്ടിലേക്ക് സ്വാഗതം. 2036 തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത ആണവ ആക്രമണ അന്തർവാഹിനികൾ അവതരിപ്പിക്കുന്നതോടെ ഇന്ത്യൻ നാവികസേനയുടെ ജലത്തിനടിയിലുള്ള ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ ഒരുങ്ങുകയാണ്. നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് ത്രിപാഠിയാണ് ഈ കാര്യം അറിയിച്ചത്. ഇന്ത്യയുടെ പ്രതിരോധ തന്ത്രത്തിൽ സുപ്രധാനമായ ഒരേടാണിത് എന്ന കാര്യത്തിൽ തർക്കമില്ല. ആദ്യത്തെ SSN 2036-37 കമ്മീഷൻ ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ഏകദേശം 2 വർഷത്തിന് ശേഷം രണ്ടാമത്തെ അന്തർവാഹിനി വരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ അന്തർവാഹിനികൾക്കുള്ള അനുമതി ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അനുവദിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ സമുദ്ര പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നതിന് ഈ പരിപാടി നിർണായകമായി കണക്കാക്കപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വർദ്ധിച്ചു വരുന്ന നാവിക പ്രവർത്തനങ്ങൾക്കുള്ള പ്രതികരണമായി അത് എടുത്തു പറയേണ്ടതാണ്. കൂടുതൽ കരുത്തുറ്റ നാവിക സാന്നിധ്യത്തിന് സംഭാവന നൽകിക്കൊണ്ട് SSNകൾ ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനും തദ്ദേശീയ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിനുമുള്ള ഇന്ത്യയുടെ കഴിവ് വർദ്ധിപ്പിക്കുമെന്നത് ഉറപ്പാണ്. ഈ അന്തർവാഹിനികളുടെ രൂപകൽപ്പനയും നിർമ്മാണവും പൂർണ്ണമായും ഇന്ത്യക്കുള്ളിൽ തന്നെ നടത്തും. പ്രതിരോധ നിർമ്മാണത്തിൽ സ്വയം ആശ്രയിക്കാനുള്ള പ്രതിബദ്ധത ഇത് പ്രതിഫലിപ്പിക്കുന്നു. ഈ സംരംഭം ആഭ്യന്തര പ്രതിരോധ വ്യവസായത്തെ ഉത്തേജിപ്പിക്കുമെന്നും പ്രാദേശിക നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു എന്നതാണ്. ഇന്ത്യയെ സ്വയം പര്യാപ്ത പ്രതിരോധ ശക്തിയാക്കി മാറ്റുക എന്ന വിശാലമായ ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. ഇത് വളരെ പ്രാധാന്യത്തോടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നിലവിൽ പരീക്ഷണം നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ ആണവോർജ ബാലിസ്റ്റിക് മിസൈൽ അന്തർവാഹിനി INS അരിഖണ്ഡ് കമ്മീഷൻ ചെയ്യുന്നതുൾപ്പെടെ അടിവരയിട്ട് പറയണം. പരമ്പരാഗത യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിനായി അധിക സ്കോർപിയൻ ക്ലാസ് അന്തർവാഹിനികൾ ഏറ്റെടുക്കാനുള്ള പദ്ധതികളും അണിയറയിൽ തകൃതിയായി തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും 2036 കൂടി തദ്ദേശീയ ആണവ ആക്രമണ അന്തർവാഹിനികൾ വികസിപ്പിക്കാനും വിന്യസിക്കാനുമുള്ള ഇന്ത്യയുടെ പദ്ധതി ഇന്ത്യൻ നാവികസേനയുടെ സുപ്രധാനമായ തന്ത്രപരമായ മുന്നേറ്റത്തെ അടയാളപ്പെടുത്തുന്നു. അതിവേഗം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഭൗമ രാഷ്ട്രീയ സാഹചര്യത്തിൽ രാജ്യത്തിൻ്റെ പ്രവർത്തന സന്നദ്ധതയും പ്രതിരോധ ശേഷിയും കൂടുതൽ ശക്തിപ്പെടുന്നതിന് അനിവാര്യമായ കാര്യമാണിത്. ഇനി എന്താണ് ന്യൂക്ലിയർ അന്തർവാഹിനി എന്നതിലേക്ക് വരികയാണെങ്കിൽ, ഒരു ന്യൂക്ലിയർ അന്തർവാഹിനി എന്നത് ഒരു ന്യൂക്ലിയർ റിയാക്ടർ ഉപയോഗിച്ച് പ്രൊപ്പൽഷൻ പവർ ചെയ്യുന്ന ഒരു നാവിക കപ്പലാണ്. ആണവ അന്തർവാഹിനികൾ ആണവായുധങ്ങൾ വഹിക്കുകയോ വഹിക്കാതിരിക്കുകയോ ചെയ്യാം. ന്യൂക്ലിയർ അന്തർവാഹിനികളുടെ സവിശേഷതകൾ നോക്കാം. ന്യൂക്ലിയർ അന്തർവാഹിനികളുടെ ഊർജ്ജ സ്രോതസ് വ്യത്യസ്ത സാന്ദ്രതകളിലുള്ള യുറേനിയം ഇന്ധനത്തിൻ്റെ വിഘടനം വഴിയുള്ള ന്യൂക്ലിയർ പ്രൊപ്പൽഷനാണ്. ഈ പവർ സ്രോതസ് ആണവ അന്തർവാഹിനികളെ കൂടുതൽ വികസിതമാക്കുന്നു. പരമ്പരാഗത ഡീസൽ അന്തർവാഹിനികളെ അപേക്ഷിച്ച് അവയുടെ സ്റ്റെൽത്ത് കഴിവ് പരിമിതപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ സുരക്ഷാ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് നാവിക മേധാവിത്വം നിർണായകമാണെന്ന് ഇന്ത്യ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. ശത്രുക്കളുടെ ആണവ അന്തർവാഹിനികളിൽ നിന്നുള്ള ഭീഷണികൾ കണ്ടതോടെ ഇന്ത്യ ദൃഢമായ നടപടികൾ സ്വീകരിച്ചു എന്നതാണ് യാഥാർത്ഥ്യം. ഈ ഒരു വിഷയത്തിന്മേൽ പ്രിയ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമൻറ്റിലൂടെ.